പ്രിയൻ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് പിന്നാലെ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനവുമായി രംഗത്ത് വരുന്നു. എന്താണ് ഇവർക്കുള്ള കുഴപ്പം? അതായത് പാകിസ്ഥാൻ ശക്തമായ മറുപടിയാണ് ഇന്നലെ പ്രധാനമന്ത്രി കൊടുത്തത്. അതിന് പിന്നാലെയാണ് നമുക്ക് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ മേഖലയിൽ, പിന്നെ പഞ്ചാബിലെ ജലന്ധർ, അങ്ങനെയുള്ള കുറച്ച് മേഖലകളിലാണ്, സാംബ മേഖലയിലൊക്കെയാണ് ആക്രമണം നടത്തിയത്. ഡ്രോൺ ആക്രമണമാണ് നടത്തിയത്. ഏതാണ്ട് 10-20ഓളം ഡ്രോണുകൾ വരികയും നമ്മളതിനെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ ഈ പ്രകോപനം നിരന്തരമായി തുടരുക എന്നുള്ളത് അവരുടെ നെഗോസിയേഷൻ്റെ ഭാഗമാണ്. മുമ്പും പാകിസ്ഥാൻ ഇതേ പരിപാടി ചെയ്തിട്ടുണ്ട്. 1999 നമ്മൾ കാർഗിൽ വാർ ഉണ്ടായതിന് ശേഷവും പാകിസ്ഥാൻ ഈ പ്രകോപനം നടത്തുമായിരുന്നു. നിരന്തരമായിട്ട് അതിർത്തി മേഖലയിൽ അതിനോട് അടുത്ത ഗ്രാമങ്ങളിലേക്കൊക്കെ ഷെല്ലിങ് നടത്തുകയൊക്കെ ചെയ്തുകൊണ്ട് പ്രകോപനം. കാരണം ഇന്ത്യ കൂടുതൽ നെഗോസിയേഷൻ നിൽക്കണം എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ആവശ്യം. ഈ ഘട്ടത്തിലാണ് ആക്രമണങ്ങൾ ഇങ്ങനെ നടത്തുന്നത്. ഇൻഡിഗോ വിമാന കമ്പനി 6 സർവീസുകൾ റദ്ദാക്കി. ജമ്മു, അമൃത്സർ, ചണ്ഡീഗഡ്, ലേ, ശ്രീനഗർ, രാജ്കോട്ട് എന്നിവിടങ്ങളിലെ സർവീസാണ് റദ്ദാക്കിയത്. പുതിയ സാഹചര്യത്തിൽ യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്താണ് സർവീസുകൾ റദ്ദാക്കുന്നതെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടിലൊക്കെ അവർ ഖേദം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് യാത്രക്കാർക്ക് ആപ്പ് വഴി ഈ സ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുമുണ്ട്. അങ്ങനെയാണ് ഈ കമ്പനികൾ നിർദ്ദേശം നൽകിയത്. പക്ഷേ ഇത് മാത്രമല്ല, ഇതിൻ്റെ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദി അഗ്രസീവ് പൊസിഷൻ എടുത്തു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ എടുക്കുന്ന ഒരു വാണിങ്ങിൻ്റെ സ്റ്റേറ്റിൽ നിന്ന് അഗ്രസീവ്, ആക്രമണാത്മകമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് മോദി കടന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് സംഭവം. മോദി വളരെ തന്മയത്വത്തോടെ അല്ലെങ്കിൽ വളരെ ആലോചിച്ചൊക്കെയാണ് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്രയധികം സംഭവങ്ങളുണ്ടായി, പാകിസ്ഥാൻ ഇനി യാതൊരു പ്രകോപനം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്ന് പ്രകോപനം ഉണ്ടാക്കുമ്പോൾ പിന്നെ മോദി അങ്ങനെ എടുത്തല്ലേ പറ്റൂ? തീർച്ചയായും. അതായത് ആണവ ഭീഷണി എന്ന് പറയുന്ന ബ്ലാക്ക് മെയിൽ ഇങ്ങോട്ട് ഇറക്കണ്ടെന്നാണ് മോദി പറഞ്ഞത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിൻ്റെ വികാരമാണെന്നും പറഞ്ഞു. അതായത് കൃത്യമായ സന്ദേശം ഇതിന് കൊടുക്കുന്നുണ്ട്. അതായത് ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കും. നമ്മുടെ ഒരു കാരണവശാലും ഈ സമാധാനപരമായി മുന്നോട്ട് പോകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള വിഘാതം സൃഷ്ടിച്ചാൽ പൂർണ്ണമായിട്ടും ഇന്ത്യ യുദ്ധത്തിലേക്ക് പോകുന്നൊരു സന്ദേശം കൂടി കൊടുക്കുന്നുണ്ട്. നല്ല ശക്തമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി സംസാരിച്ച. ബോഡി ലാംഗ്വേജും അങ്ങനെയായിരുന്നു. പറഞ്ഞ് വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നുള്ളതാണ് മോദി പറഞ്ഞ വാക്കിനർത്ഥം. അതായത് സിന്ധു നദീജലത്തിൽ കൂടെ അവർക്ക് വെള്ളം കിട്ടണമെങ്കിൽ ഇന്ത്യയുമായി മര്യാദയ്ക്ക് പോകണം. ഇന്ത്യയിലെ ഒരാളുടെയെങ്കിലും ചോര പൊടിഞ്ഞാൽ ഒരിക്കലും ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് കിട്ടില്ല എന്നുള്ളതാണ് കൃത്യമായ സന്ദേശം അതിലുള്ളത്. രണ്ടാമത് നമ്മൾ മറ്റൊരു വസ്തുത കൂടി ഇതിനകത്ത് പരിശോധിക്കണം. ഈ പറയുന്ന സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് പിന്നാലെ നമ്മൾ മറ്റൊരു കരാറോട് റദ്ദാക്കിയിരുന്നു. അത് വ്യാപാര കരാറുകളാണ്. വ്യാപാര ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ചു ഇന്ത്യ. അങ്ങോട്ടേക്കുള്ള കയറ്റുമതി, അവിടെ നിന്നുള്ള ഇറക്കുമതി നമ്മൾ നിർത്തി. നമ്മളുടെ ഇവിടെ നിന്നുള്ള പല ഉൽപ്പന്നങ്ങളും പാകിസ്ഥാൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ അവിഭാജ്യ ഘടകമാണ്. ഒന്ന് മരുന്ന്, 2 ഈ പഞ്ചസാരയും അതുപോലുള്ള കാര്യങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകൾ. ഈ പറയുന്ന കാര്യം പഞ്ചസാര, ഗോതമ്പ്, അതുപോലുള്ള കാര്യങ്ങൾ ഇന്ത്യ ആവശ്യത്തിനുള്ള ആഭ്യന്തര ഉൽപ്പാദനം നടത്തുന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഈ പഞ്ചസാരയിൽ നിന്നും ഗോതമ്പിൽ നിന്നും ഒക്കെയുള്ള ബൈ പ്രോഡക്റ്റുകൾ, പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അവരുടെ വിവിധങ്ങളായിട്ടുള്ള പ്രോഡക്റ്റുകളുണ്ട്. അത് ഈ ചില സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ചറിയാം. ഈ ഷുഗർ ക്യൂബുകൾ പലതും പാകിസ്ഥാനിൽ നിന്ന് അവർ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ചില ചിപ്സുകൾ, ചില ബിസ്ക്കറ്റ് കമ്പനികൾ, നമ്മുടെ ഇന്ത്യയിലൊക്കെയുള്ള പ്രധാനപ്പെട്ട പല ബിസ്ക്കറ്റ് കമ്പനികളും പാകിസ്ഥാനിൽ ഉൽപ്പാദനം നടത്തുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കൊടുക്കൽ വാങ്ങലുകൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ട്. പക്ഷേ ഇവിടെ ഇന്ത്യ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു നിലപാടെടുത്തിരിക്കുന്നു. ഈ പറയുന്ന ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളോ വ്യാപാര ഇടപാടുകളോ വേണ്ട എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാന് കയറ്റുമതി വൻതോതിൽ കുറയും. അതായത് പാകിസ്ഥാൻ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. മൂഡീസ് പോലുള്ള ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം പാകിസ്ഥാന് അടുത്ത 3 മാസം പിടിച്ചു നിൽക്കാനുള്ള വിദേശ നാണ്യം മാത്രമേ കയ്യിലുള്ളൂ. അത് കഴിഞ്ഞാൽ ഇറക്കുമതി പൂർണ്ണമായിട്ടും കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ സമ്പദ്ഘടന പൂർണ്ണമായിട്ട് തരും. ഇതിൽ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരമാണ്. ഇറക്കുമതിയിൽ അവർക്ക് ഉണ്ടാകുന്ന നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന്, അതായത് മെഡിസിൻ എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഇന്ത്യ ഇവിടെ നയിക്കുന്ന 30 മുതൽ 40% വരെ വരുന്നതാണ് പാകിസ്ഥാൻ ഏറ്റവും ഗുണം ചെയ്യുന്നത്. കാരണം ഒന്നുകൂടിയുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകളിൽ 90% അവശ്യ സേവനത്തിലുള്ള മരുന്നുകളും, എന്നാൽ ഇവ ഏറ്റവും വില കുറഞ്ഞതുമാണ്.
ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് സപ്ലൈ ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാന് ഈ പറയുന്ന വിദേശത്ത് നിന്ന് പണം കൊടുത്ത് മരുന്ന് വാങ്ങേണ്ടി വരുന്നെങ്കിൽ വലിയ തുകയ്ക്ക് മരുന്ന് വാങ്ങേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇവരുടെ വിദേശ നാണ്യത്തിൽ അല്ലെങ്കിൽ റിസർവിൽ വലിയ തോതിലുള്ള ഇടിവ് വരും. അത് ഇവരുടെ സാമ്പത്തിക ഘടനയെ ബാധിക്കും. 11 ലക്ഷം കോടിയിലേറെ വിദേശ കടമുള്ള രാജ്യത്തിന് ഇനി കൂടുതൽ കടം എടുത്തു വയ്ക്കാനോ ഇല്ലെങ്കിൽ ഈ പറയുന്ന വിദേശ നാണ്യം കയ്യിൽ നിന്ന് പോകുന്നതോ വലിയ നഷ്ടമുണ്ടാക്കും. ഇപ്പോൾ IMF അതുപോലെ തന്നെ വേൾഡ് ബാങ്കുകളെയൊക്കെ വലിയ രീതിയിലുള്ള തുകയ്ക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ സമീപിച്ചിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഇവർക്ക് കിട്ടേണ്ട ഫണ്ടുകൾ കിട്ടുന്നത്, അതായത് ചൈനയുടെ വിവിധ കമ്പനികളിൽ പലതും ഇപ്പോൾ ചൈനയിൽ പ്രവർത്തിക്കുന്നില്ല. അതായത് ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾ തുടങ്ങിയതിന് ശേഷം ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ചൈനയിൽ നിന്ന് ബലൂചിസ്ഥാനിലേക്കുള്ള പദ്ധതികളിൽ പലതും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അതായത് പാകിസ്ഥാനിലെ സൈന്യത്തെ വളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാനിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മോദി ഒരു സൂചനയും കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്ന ഏതു ഭീകരാക്രമണവും യുദ്ധമായിട്ട് കണക്കാക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ പ്രതിരോധങ്ങളാണ് തീർത്തതെങ്കിൽ പിന്നെ അങ്ങോട്ട് നമ്മൾ നല്ല രീതിയിൽ അടിച്ചു. അവരുടെ ഈ പറയുന്ന ന്യൂക്ലിയർ കേന്ദ്രങ്ങൾ, അതായത് ആണവ കേന്ദ്രം വരെ കിർണ ഹിൽസിലുള്ളതിനെ നമുക്ക് തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യ അത് ഔദ്യോഗികമായി അവകാശപ്പെടുന്നില്ല എങ്കിലും. പക്ഷേ എന്നാൽ അവിടേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ ആയുധ ശേഖരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കിർണ കുന്നിലേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. അതായത് കിർണ കുന്നിലെ അവരുടെ സ്റ്റോക്ക് പൈലുകൾ തകർക്കാൻ കഴിഞ്ഞു. അവിടേക്ക് നമ്മൾ മിസൈൽ ആക്രമണം നടത്തി. ആ മിസൈല് നമ്മുടെ ബ്രഹ്മോസ് മിസൈലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂമി തുളച്ചു വരെ അടിയിൽ പോയി ബങ്കറുകൾ തകർക്കാൻ കഴിയുള്ളത്. അങ്ങനെ ചെന്ന് അവരുടെ സ്റ്റോക്ക് പൈലുകൾ, ഈ പറയുന്ന ആണവ ഉപകരണങ്ങൾ വെച്ചിരിക്കുന്നതിനെ തകർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ 2 ഭൂചലന പാകിസ്ഥാനുണ്ട്. അത്തരത്തിലുള്ളൊരു സന്ദേശം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതായത് മോദി വെറുതെ സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് നിർത്തുമെന്ന് പാകിസ്ഥാൻ കരുതിയെങ്കിൽ അതല്ല, അതിനപ്പുറത്തേക്ക് കടന്നു ചെന്നു എന്നുള്ളൊരു സന്ദേശം കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്, വേണ്ടി വന്നാൽ നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സുകൾ കൃത്യമായ രീതിയിൽ, അതായത് സ്പെഷ്യൽ കമാൻഡോ ഫോഴ്സുകൾ, പാരാ കമാൻഡോ ഫോഴ്സുകൾ ഇവയെല്ലാം ഉണ്ട്. ഇതിനെയൊക്കെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഈ അതിർത്തി മേഖലയിലുള്ള ഒരു തരത്തിലുള്ള ഭീകര സൈനിക സംവിധാനങ്ങളും പ്രവർത്തിക്കില്ല. അതായത് ഇന്ത്യ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ അങ്ങനെയാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. നമ്മൾ പാരാ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോസിനെ വിട്ടാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്, ഉറി ആക്രമണത്തിന് തിരിച്ചടി കൊടുത്തത്. പക്ഷേ അതിൽ ഫുൾ സ്കെയിൽ ഇന്ത്യ അതിനെ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയാണെങ്കിൽ ഇവരുടെ ഒരു തരത്തിലുള്ള കേന്ദ്രങ്ങളും അവിടെ ഉണ്ടാകില്ല. ഇന്ത്യ ഇപ്പോൾ തകർത്ത ഈ 9 സ്ഥലങ്ങൾ മാത്രമല്ല, ബാക്കിയും ഇന്ത്യക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ഇന്ത്യ വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് അടിച്ച് തകർക്കണ്ട, ഇവന്മാർ എന്ത് ചെയ്യുമെന്ന് നോക്കാം, അതിനനുസരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളൊരു നീക്കത്തിലാണ്. അപ്പോൾ ഇന്ത്യയുടെ കമാൻഡോസ് എന്ന് പറയുന്ന വലിയ അറ്റാക്ക് ചെയ്യാൻ കഴിവുള്ള ഘാതക് കമാൻഡോസൊക്കെ ഉണ്ട്. ഘാതക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലയാളിയിൽ നിന്ന് എല്ലാം തകർക്കുന്നവന്മാരാണ്. അവരെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഉണ്ട് ഈ പാരാ കമാൻഡോസിനെ നമ്മൾ വിളിക്കുന്ന ഗ്ലാസ് ഈറ്റേഴ്സ് എന്നാണ്. അത്രയ്ക്ക് അവരുടെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ്, അത്രയ്ക്ക് ശേഷിയുള്ള സൈനിക സംവിധാനമായതുകൊണ്ട്. എന്തായാലും പാകിസ്ഥാന് കൃത്യമായ സന്ദേശം നരേന്ദ്രമോദി ഇന്നലെ കൊടുത്തു കഴിഞ്ഞു. അത് കൃത്യമായ അടിയാണെന്നും പാകിസ്ഥാൻ്റെ അണപ്പല്ലിളകിയിട്ടുണ്ടെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ മോദിയുടെ പ്രസംഗം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ അവർ ഈ പറയുന്ന പ്രകോപനത്തിന് മുതിർന്നിരിക്കുന്നത്. പക്ഷേ ഈ പ്രകോപനം ഇതേയും കഴിഞ്ഞ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറിയാൽ പാകിസ്ഥാന് വലിയ വില നൽകേണ്ടി വരും. പാകിസ്ഥാൻ ഛിന്ന ഭിന്നമായി മാറും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.